വൻകുടലിൻ്റെ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു ക്യാൻസറിൽ ഒന്ന് തന്നെയാണ്. അത് പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് പ്രായമായവരിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഇത്രയുടെ പ്രായം കുറഞ്ഞ, അതായത് ഒരു 40 തൊട്ട് 50 വയസ്സ് വരെയുള്ളവരിലും ഇത് വളരെ കോമൺ ആയി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 40 അതിൽ താഴെയുള്ളവരിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ ജനറ്റിക് ഫാക്ടർ പ്രധാനമായിട്ടൊരു റോളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണക്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോളുണ്ട്. ഈ പറയുന്ന ഫൈബർ കണ്ടൻറ്റ് അല്ലെങ്കിൽ നാര് അടങ്ങിയ ഭക്ഷണം കുറയുന്ന അവസ്ഥ, അതോടൊപ്പം നമ്മുടെ ആൽക്കഹോളിസം, അതുപോലെ നമ്മുടെ ഈ പറയുന്ന സ്മോക്കിംഗ്, ഈ പറയുന്ന പല കാര്യങ്ങളും അതിനകത്ത് പല ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. നമുക്ക് എപ്പോഴാണ് നമുക്കൊരു വൻകുടൽ ക്യാൻസർ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്? നമുക്ക് യൂഷ്വലി വലദ്വാരത്തിൽ നിന്നൊരു ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനിൽ നമ്മളെപ്പോഴും ഒരിക്കലും അത് വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം നമ്മൾ വിചാരിക്കും ഇത് പൈൽസ് എന്ന് പറയുന്ന അസുഖമാണെന്ന് വിചാരിച്ചാണ് സാധാരണ എല്ലാവരും ഒരു ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടിപ്പോ തോന്നി എല്ലാം നമുക്ക് മലയാളികൾക്ക് പൈൽസാണ്. സോ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. എത്രയും പേര് സർജനെ കണ്ട് മലദ്വാരം ഒന്ന് പരിശോധിച്ച് നോക്കുകയും അതിനകത്ത് വേണ്ടി വന്നാൽ നമുക്ക് അടുത്ത ലെവൽ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോവുകയും ചെയ്യണം. സോ നമുക്ക് എങ്ങനെ ഒരു വൻകുടൽ ക്യാൻസർ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ എപ്പോഴും നമുക്ക് പ്രധാനമായിട്ടുള്ളത് കൊളോണോസ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റാണ്. കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ നമ്മുടെ വൻകുടലിൻ്റെ നീളം ഏകദേശം 1.5 മീറ്ററോളം വരും. ആ 1.5 മീറ്ററോളം നമ്മളൊരു ചെറിയ ക്യാമറ ഘടിപ്പിച്ച ഒരു ട്യൂബ്, നമ്മൾ കൊളോണോസ്കോപ്പ് എന്ന് പറയും, അത് നമ്മുടെ മലദ്വാരത്തിൽ കൂടെ കയറ്റി നമ്മൾ എൻറ്റയർ കംപ്ലീറ്റ് വൻകുടലും എക്സാമിൻ ചെയ്ത് നമ്മൾ ചെറുകുടലിൻ്റെ ഏറ്റവും അവസാന ഭാഗം വരെ എക്സാമിൻ ചെയ്ത് നോക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ തടിപ്പുകളുണ്ടോ, എന്തെങ്കിലും ചെറിയ അൾസേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ മുഴകളായിട്ട് തന്നെ ഉണ്ടോ എന്നൊക്കെ. ഈ വൻകുടൽ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഓൾമോസ്റ്റ് എല്ലാ വൻകുടൽ ക്യാൻസറും തുടങ്ങുന്നത് ഒരു കുഞ്ഞു തടിപ്പിൽ നിന്നായിരിക്കും. അപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ യൂഷ്വലി വേറെ ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത ആൾക്കാരിൽ ഒരു 45 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 40 വയസ്സിന് ശേഷം 5 വർഷത്തിലൊരിക്കൽ നമുക്കൊരു സ്ക്രീനിങ് ആയിട്ട് ഒരു കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴുള്ള അത്തരം ഒരു സ്ക്രീനിങ് ക്യാമ്പിൻ്റെ ഒരു ടൂളിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒരു കുഞ്ഞൊരു നമുക്ക് എത്ര ഒരു അര സെൻറ്റിമീറ്റർ താഴെ 2-3 മില്ലിമീറ്റർ ഉള്ള ഒരു ചെറിയ ഒരു തടിപ്പ് അല്ലെങ്കിൽ കുഞ്ഞൊരു തടിപ്പിൽ നമുക്കത് കണ്ടുപിടിച്ചത് നമുക്ക് ആ കൊളോണോസ്കോപ്പിക്കലി തന്നെ അതിനെ നമുക്കങ്ങ് നീക്കം ചെയ്യാൻ പറ്റും. ഒരു സർജറി ഒന്നും നമുക്ക് വേണ്ടി വരില്ല. സോ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മളത് നമ്മുടെ ഇന്ന പ്രായം തൊട്ട് തന്നെ നമ്മൾ നോക്കണം. അല്ലാതെ ഇത്തരം രോഗലക്ഷണങ്ങൾ, ഒന്ന് ബ്ലീഡിങ്, അതുപോലെ തന്നെ പിന്നെയുള്ളത് നമ്മുടെ ബവൽ ഹാബിറ്റ്, അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന നമ്മുടെ ദിനചര്യയ്ക്ക് എന്തെങ്കിലും വ്യതിയാനം വരുന്നു. അതായത് ഇപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യം പൊയ്ക്കൊണ്ടിരുന്ന ആൾ 3 പ്രാവശ്യം ടോയ്ലറ്റിൽ പോയാലും ഒരു സംതൃപ്തി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലൂസ് മോഷൻ വരുന്നു, പിന്നെ ഇടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു ടോയ്ലറ്റിൽ പോകുന്ന ആ ദിനചര്യയിൽ ഒരു സഡനായിട്ടുള്ള ഒരു വേരിയേഷൻ വരുന്നു. അതുപോലെ തന്നെ എത്ര നമുക്ക് നമ്മുടെ വയറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയെന്നൊരു ഫീലിംഗ്, ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലാത്ത കണ്ടീഷൻസ്, അങ്ങനെ പല കാരണങ്ങളെടുത്ത് നോക്കുമ്പോൾ പല രീതിയിലുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സിംറ്റംസ് നമുക്ക് ഇത്തരം വൻകുടൽ ക്യാൻസറിനുണ്ട്. സോ അങ്ങനെ ഒരു സിംറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഒരു സർജനെ അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ സമീപിക്കേണ്ടതാണ്. മലദ്വാരത്തിലുള്ള ബ്ലീഡിങ്ങിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു രോഗലക്ഷണം തന്നെ നമുക്ക് മലത്തിൽ ഈ മ്യൂക്കസ്, അഥവാ നമ്മുടെ ഇപ്പം ജലദോഷം, മൂക്കള പോലുള്ള മ്യൂക്കസ് നമ്മുടെ മലത്തിൽ കൂടി സ്ഥിരമായി പാസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ വന്നാലും ഇത് തന്നെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് കോളൻ ക്യാൻസർ ആവണമെന്ന് മസ്റ്റായിട്ടുള്ളതല്ല, പക്ഷേ നമുക്ക് വൻകുടലിലുള്ള പല അസുഖങ്ങളും നമുക്ക് ഇതുപോലെ തന്നെ മിമിക് ചെയ്യും. ചിലപ്പോൾ നമ്മളിത് ചുമ്മാ പൈൽസ് ആണെന്ന് വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇത് പലയിടത്തേക്കും സ്പ്രെഡായിട്ട് നമ്മുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൊളോണോസ്കോപ്പി ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ യൂഷ്വലി 50 വയസ്സിന് ശേഷം ഓരോ 5 വർഷം കൂടുമ്പോഴാണ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് നമുക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ മസ്റ്റായിട്ടും ഒരു സർജനെയോ അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെയോ കണ്ട് നമ്മൾ ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.